ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 4 ജില്ലകളിലെ മേഖലാ അവലോകന യോഗം കണ്ണൂരിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധിയുണ്ടെന്ന പരാതിക്ക് പരിഹാരമാകുന്നു. ഹൈദരാബാദിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ എത്തി. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പ്രതിസന്ധി നേരിടുകയാണെന്നാരോപിച്ച് കോൺഗ്രസും ബിജെപിയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ലഹരി വ്യാപനം തടയാൻ പ്രത്യേക നയം രൂപീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് കാസർഗോഡ് തൃശൂർ കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാന മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം കണ്ണൂരിൽ ആരംഭിച്ചു. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലാണ് അവലോകന യോഗം നടക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, K കൃഷ്ണൻകുട്ടി, PA മുഹമ്മദ് റിയാസ്, MP രാജേഷ്, OR കേളു, ചീഫ് സെക്രട്ടറി A ജയതിലക് തുടങ്ങിയവരും അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഫയൽ അദാലത്ത് ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കും. ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ വർഷം മെയ് 31 വരെയുള്ള ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്രമായ പരിഷ്കരണത്തിലൂടെ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി R ബിന്ദു. 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ 2025-26 ബാച്ചിന്റെ ക്ലാസ് ആരംഭിക്കുന്ന വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാനോത്സവവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥി കേന്ദ്രീകൃത കാഴ്ചപ്പാടുകളിലൂടെയുള്ള കരിക്കുലം പരിഷ്കരിക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധിയുണ്ടെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പരാതിക്ക് പരിഹാരമാകുന്നു. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം മെഡിക്കൽ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ആവശ്യമായ ലാക്ടോകാസ്റ്റ് പ്രോ എത്തിച്ചതോടെ മാറ്റിവച്ച ശസ്ത്രക്രിയകൾ ആരംഭിച്ചു. യൂറോളജി വിഭാഗത്തിൽ ഒരു ഉപകരണം കേടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നു. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പ്രതിസന്ധി നേരിടുകയാണെന്നാരോപിച്ച് കോൺഗ്രസും ബിജെപിയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ മാർച്ചിന് നേതൃത്വം നൽകി. ബിജെപിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 4 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് രാവിലെ താൽക്കാലിക ജീവനക്കാർ OP ഉൾപ്പെടെ ബഹിഷ്കരിച്ച് സമരം നടത്തി. പിരിച്ചുവിട്ട ജീവനക്കാരുടെ കരാർ കാലാവധി പൂർത്തിയായതായും ഇവർ രോഗികളോട് മോശമായി പെരുമാറിയെന്ന പരാതി ഉണ്ടായിരുന്നതിനാൽ കാലാവധി പൂർത്തിയായതോടെ പിരിച്ചുവിടുകയായിരുന്നുവെന്നും സൂപ്രണ്ട് അറിയിച്ചു. മിന്നൽ പണിമുടക്ക് നടത്തി രോഗികളെ ദുരിതത്തിലാക്കിയതിന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടി നടപടിയെടുക്കുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റു. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെത്തിയ റവാഡ ADGP H വെങ്കടേഷിൽ നിന്നാണ് ചുമതലയേറ്റത്. വെല്ലുവിളികളുള്ള ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ റവാഡ പറഞ്ഞു. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക നയം രൂപീകരിക്കുമെന്ന് റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉപദ്രവമായിട്ട് മാറുന്നത് ഡ്രഗ്സിന്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ആന്റി ഗുണ്ട സ്ക്വാഡ്സും പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമുക്ക് സമാധാനത്തിന് ശക്തമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ബൈ ഇൻവോൾവിംഗ് ദ കമ്മ്യൂണിറ്റി വി വിൽ ലൈക്ക് ടു മെയിൻറ്റെയിൻ ദ കമ്മ്യൂണൽ ഹാർമണി ഇൻ ദ സൊസൈറ്റി. സൈബർ ക്രൈം നേരിടാൻ വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കും. വി വിൽ ട്രൈ ആൻഡ് ഇംപ്രൂവ് ഫർദർ അവർ സോഫ്റ്റ് സ്കിൽസ് ആൻഡ് സീ ദാറ്റ് we do the best service to the public, mainly the common man. പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും സേന കൂടുതൽ ജനകീയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർവീസിൽ നിന്ന് വിടുതൽ ചെയ്ത റവാഡ ചന്ദ്രശേഖർ ഇന്ന് രാവിലെയാണ് തലസ്ഥാനത്തെത്തിയത്. ചുമതലയേറ്റ ശേഷം പോലീസ് ആസ്ഥാനത്തെ പോലീസ് സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് UPSC ചുരുക്കപ്പട്ടികയിലെ രണ്ടാമനായ റവാഡയെ പോലീസ് മേധാവിയാക്കാൻ തീരുമാനമെടുത്തത്. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു.
ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തെ സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ പ്രത്യേക മെഡിക്കൽ സംഘം സന്ദർശിച്ചതായും നിലവിൽ നൽകിവരുന്ന ചികിത്സ തുടരാൻ നിർദ്ദേശിച്ചതായും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. അതിനിടെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി VS അച്യുതാനന്ദൻ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തി. വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും VSന്റെ നിശ്ചയദാർഢ്യവും കൊണ്ട് അപകടനില തരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ യെന്ന് MA ബേബി പറഞ്ഞു. MC റോഡിൽ കോട്ടയം കൊടിമതയിൽ ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കൊല്ലാട് സ്വദേശികളായ ജെയ്മോൻ ജെയിംസ്, അർജുൻ എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പിക്കപ്പ് വാനിനുള്ളിൽ ഉണ്ടായിരുന്ന 2 പേരുടെ പരിക്ക് ഗുരുതരമല്ല. ഇടുക്കി മൂന്നാറിൽ ജീപ്പ് 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. മൂന്നാർ പോതമേട് വെച്ചാണ് അപകടം. ചെന്നൈ സ്വദേശികളായ 11 പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. തെലങ്കാനയിൽ സംഗറെഡ്ഡി ജില്ലയിലെ പശമീലാറാമിൽ മരുന്ന് നിർമ്മാണ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 36ആയി. മരണനിരക്ക് ഉയരാനാണ് സാധ്യത. നിരവധി പേർക്ക് പരിക്കുണ്ട്. സ്ഫോടനം നടന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സിഗാജി കെമിക്കൽ വ്യവസായ കേന്ദ്രത്തിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. സംഭവം നടക്കുമ്പോൾ 100-ലധികം തൊഴിലാളികൾ ഇവിടെയുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. റെയിൽവേയിലെ പുതുക്കിയ യാത്രാ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വരും. ഓർഡിനറി ക്ലാസുകളിൽ 500 കിലോമീറ്റർ ദൂരം വരെ നിരക്ക് വർധന ഉണ്ടാകില്ല. 500 കിലോമീറ്ററിന് ശേഷം കിലോമീറ്ററിന് 1/2 പൈസയാണ് വർധന. രാജധാനി, ശതാബ്ദി, വന്ദേ ഭാരത് ഉൾപ്പെടെ എല്ലാ ട്രെയിനുകൾക്കും നിരക്ക് വർധന ബാധകമാണ്. ഇന്നു മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് പുതുക്കിയ നിരക്ക് ബാധകമാകുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 60 പോയിന്റ് ഉയർന്ന് 83,628-ലും നിഫ്റ്റി 8 പോയിന്റ് ഉയർന്ന് 25,525-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 840 രൂപ ഉയർന്ന് 72,160 രൂപയും ഗ്രാമിന് 105 രൂപ ഉയർന്ന് 9,020 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് നമ്പ്യാർകുന്നിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. കല്ലൂർ ശ്മശാനത്തിന് സമീപം വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലി കുടുങ്ങിയത്. പുലിയെ സുൽത്താൻ ബത്തേരി വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ന് കാസർഗോഡും തൃശൂരും ഏറ്റുമുട്ടും. ഇന്നലെ ആദ്യ സെമി ഫൈനൽ ഏകപക്ഷീയമായ 1 ഗോളിന് കാസർഗോഡ് മലപ്പുറത്തെയും 2ാം സെമിയിൽ ഏകപക്ഷീയമായ 1 ഗോളിന് തൃശൂർ കണ്ണൂരിനെയും പരാജയപ്പെടുത്തി. നവീകരിച്ച മലപ്പുറം കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് കെട്ടിടം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഇന്ന് നാടിന് സമർപ്പിക്കും. കൊണ്ടോട്ടി പട്ടണത്തിന്റെ സൌന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം നവീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും നഗരസഭയുടെ മറ്റ് പദ്ധതികളും ഉൾപ്പെടുത്തി 1.37 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ 2ാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1.5 വർഷം മുൻപ് കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച R&D കേന്ദ്രത്തിന്റെ തുടർച്ചയായാണ് സോഹോയുടെ ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ് സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ഇവിടെ ജോലി ലഭ്യമാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഗൂഢപൂജകൾ ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെ കലംവരവ് പൂർത്തിയായി. മുഴക്കുന്ന് നെല്ലൂരാന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കലവുമായി അക്കരെ കൊട്ടിയൂരിലെത്തിയത്. ഇന്നലെ ഉച്ചയോടെ ആനകളും വിശേഷവാദ്യങ്ങളും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങി. ഉച്ചശീവേലിക്ക് ശേഷം സ്ത്രീകളും അക്കരെ നിന്ന് മടങ്ങി. ഈ മാസം 4-ന് തൃക്കലശാട്ടത്തോടെ വൈശാഖ മഹോത്സവം സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 4 ജില്ലകളിലെ മേഖലാ അവലോകന യോഗം കണ്ണൂരിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധിയുണ്ടെന്ന പരാതിക്ക് പരിഹാരമാകുന്നു. ഹൈദരാബാദിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങളെത്തി. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പ്രതിസന്ധി നേരിടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസും BJPയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ലഹരി വ്യാപനം തടയാൻ പ്രത്യേക നയം രൂപീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് കാസർഗോഡ് തൃശൂർ കലാശ പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.